സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം, പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവിധയിടങ്ങളിൽ അക്രമാസക്തമാകുന്നുണ്ട് മാർച്ച്. വിവിധയിടങ്ങളിൽ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. വിവിധയിടങ്ങളിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടൊക്കെയും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ലായിരുന്നു. ഒടുവിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായിരുന്നു. ആദിത്യൻ ഓമനക്കുട്ടൻ വിവരങ്ങളുമായിട്ട്. ആദിത്യൻ, അവർ നേരത്തെ എന്താ കാര്യമാണ് സംസാരിച്ചത്? ഏതെങ്കിലും തരത്തിലൊരു സമവായത്തിലേക്ക് എത്തുന്നുണ്ടോ? പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുമോ? എന്തായിരുന്നു പോലീസുമായി നടത്തിയ സംഭാഷണം? നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രവർത്തകർ. ഇപ്പോൾ ഇരുഭാഗത്തു നിന്നും കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സംഘം വളഞ്ഞിട്ടുണ്ട്. ബാരിക്കേഡിന് തൊട്ട് മുന്നിലുള്ള പ്രവർത്തകർ ഇപ്പോഴും അവിടെ തന്നെ നിലകൊള്ളുകയാണ്. 3 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്, എന്നിട്ടും അവർ പിന്മാറുന്നില്ല. അതേസമയം ഇതിന്റെ മറുഭാഗത്ത് DCC അധ്യക്ഷൻ മുഹമ്മദ് സിയാസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം പോലീസിനോട് വാക്കേറ്റവും ചെറിയ ഉന്തും തള്ളും ഉണ്ടായി. കാക്കിക്കുള്ളിൽ പോലീസാണെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും, കാക്കിക്കുള്ളിൽ പോലീസിനെയാണെങ്കിൽ നിയമം ഞങ്ങൾ ലംഘിക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു പോലീസിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധം നടത്തുന്നത്. ഇരുഭാഗത്തും, അതായത് ഈ സംഘർഷം നടക്കുന്ന ഏറ്റവും മുൻഭാഗത്ത് ബാരിക്കേഡിന് മുന്നിൽ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകരും, അതേസമയം DCC അധ്യക്ഷൻ മുഹമ്മദ് സിയാസിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘം ഈ ബാരിക്കേഡിന്റെ മറുഭാഗത്ത് ഉള്ള പോലീസ് സംഘത്തിന് നേരെയും പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകരെ മർദ്ദനമേറ്റ ഈ ഉന്തലിനിടയ്ക്ക് പരിക്കേറ്റ പ്രവർത്തകരെ ഒരു ഭാഗത്തേക്ക് മാറ്റുന്നുണ്ട്. അടുത്ത് തന്നെയുള്ള ജനറൽ ആശുപത്രിയുടെ ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ യാതൊരു വിധ പിന്മാറ്റത്തിനും കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാവുന്നില്ല. വലിയ പ്രതിഷേധം തന്നെയാണ് കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ. ഇപ്പോൾ മറ്റൊരു സംഘം പോലീസും കൂടി എത്തിയിട്ടുണ്ട് ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത്. ഇതിനിടയ്ക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരോട് DCC അധ്യക്ഷൻ മുഹമ്മദ് സിയാസ് വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും അദ്ദേഹത്തിനെ പിന്തുടർന്നെത്തിയ പോലീസും പോലീസിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു സാധനത്തിന് വേണ്ടി പ്രവർത്തകർ തമ്മിൽ പിടിവലി കൂടുന്നത് കാണുന്നു. എന്താണ് സംഭവം? പക്ഷേ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന അവിടെ ആ ഭാഗത്ത് ഒരു കൂട്ടം പോലീസുകാരുണ്ട്. മറുഭാഗത്തായി നിൽക്കുന്ന പോലീസുകാർ പ്രവർത്തകരോട് അവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് വാക്കേറ്റം ഉണ്ടായത്. പോലീസുകാരെ എതിരെ ശക്തമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അവിടെയൊക്കെ കടന്നു ചെല്ലുകയായിരുന്നു. അവിടെ അവർ മുഖാമുഖം എത്തുകയും അപ്പോഴായിരുന്നു അവിടെ ഒരു ചെറിയ സംഘർഷം ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും പ്രവർത്തകരെയും പോലീസും തമ്മിൽ മാധ്യമങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ വലിയ സംഘർഷത്തിന് പോലീസ് മുതിരുന്നില്ല, ലാത്തി ഉപയോഗിക്കുന്നില്ല. ഇതുവരെ ലാത്തി ഉപയോഗിച്ചിട്ടില്ല പോലീസ് സംഘം. പക്ഷേ യാതൊരു തരത്തിലും പിന്മാറുന്നില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. 2 ഭാഗത്തായി DCC അധ്യക്ഷൻ മുഹമ്മദ് സിയാസ് ആണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. TJ വിനോദ് MLA, KPCC ഉപാധ്യക്ഷൻ VP സജീന്ദ്രൻ, KPCC ജനറൽ സെക്രട്ടറി DT മേരി വർഗീസ്. മഹിളാ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം എടുത്തു പറയേണ്ടതാണ്. വലിയ സംഘം വലിയൊരു എണ്ണം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രതിഷേധ മാർച്ചിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർ ഒരു ഭാഗത്ത് ബാരിക്കേഡിന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 3 തവണ ജലപീരങ്കി ഉപയോഗിച്ചിട്ടും ഈ പ്രവർത്തകർ പിന്മാറുന്നില്ല. മഹിളാ കോൺഗ്രസിന്റെ നേതാക്കളെ നയിക്കുന്നത് സുനില സിബിയാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ സുനില സിബിയാണ്. അതോടൊപ്പം തന്നെ UDF കൺവീനർ ഡൊമിനിക് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള മറ്റ് ഘടകകക്ഷികളും. ഈ പോലീസ് സേന, മതിയായ സേന അവിടെ ഉണ്ട്. അതായത് ഇപ്പോഴും അവിടെ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ്. കുറേ ദിവസങ്ങളായി 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് അതിന്റെ ഡ്യൂട്ടിയിലുണ്ട്. മാത്രമല്ല തലസ്ഥാനത്ത് ഇപ്പോൾ ഈ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സേനയുടെ ഒരു കാൽഭാഗം തന്നെ ശബരിമലയിൽ ഡ്യൂട്ടിയിലാണുള്ളത്. നമുക്ക് പോരാ, മതിയായ സേനാംഗങ്ങളില്ല എന്നുള്ള പരാതി നിലവിൽ തന്നെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് കൊച്ചിയിൽ ഇപ്പോൾ ഈ പ്രവർത്തകർ പിന്തിരിഞ്ഞ പോകാതിരിക്കുകയും മറ്റു പല സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടക്കുകയും ചെയ്തൊക്കെ ഉണ്ടല്ലോ? അപ്പോൾ മതിയായ സേന ഉണ്ടോ അവിടെ? പക്ഷേ ഒരു സാധാരണ നിലയിലുള്ള പ്രതിഷേധത്തെ പ്രതിരോധിക്കാനുള്ള പോലീസ് സംഘം ഇവിടെ സജ്ജമാണ്. പക്ഷേ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരുടെ എത്തിയതാണ് ചെറിയൊരു വെല്ലുവിളി. എറണാകുളം, വൈപ്പിൻ, കൊച്ചി, കളമശ്ശേരി, തൃപ്പൂണിത്തറ, തൃക്കാക്കര നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘമാണ് DCC ഓഫീസിൽ നിന്ന് ഈ കമ്മീഷണർ ഓഫീസിലേക്ക്, ഈ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് പ്രതീക്ഷിച്ചാലും കൂടുതൽ പ്രവർത്തകർ എത്തിയതാണ് പോലീസിന്റെ വെല്ലുവിളി. പക്ഷേ എങ്കിലും ബാരിക്കേഡിന്റെ ഭാഗത്ത് ഒരു സംഘം പോലീസുകാരെത്തി. ഇപ്പോൾ മറ്റൊരു സംഘം ഒരു പോലീസിന്റെ ബസ്സിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവർ ഈ ബാരിക്കേഡിന്റെ പുറകിലായി, അതായത് ഏറ്റവും അറ്റത്തായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രവർത്തകർക്ക് മുഖാമുഖം നിൽക്കുകയാണ്. അങ്ങനെ 2 ഭാഗത്തു നിന്നും പോലീസ് സംഘം ഈ പ്രതിഷേധ മാർച്ചിനെ പ്രതിരോധിക്കാനായി സജ്ജമാണ്. പക്ഷേ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ അതിശക്തമായ കൃത്യമായ മുന്നൊരുക്കത്തോടെ എത്തി ബാരിക്കേഡ് മറിച്ചിടാൻ ഇപ്പോഴും ശ്രമം നടത്തുകയാണ്. 3 തവണ ജലപീരങ്കി ഉപയോഗിച്ചിട്ടും പിന്മാറാത്ത രീതിയിൽ കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പോഷക സംഘടനകളും എല്ലാം വലിയ പ്രതിഷേധമാണ് ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നയിക്കുന്നത്.
കൊച്ചി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കുള്ള മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം ഒരുപാട് നേരം നടത്തി. ഇപ്പോൾ ആ ശ്രമം അതുപോലെ തന്നെ തുടരുകയാണ്. പോലീസ് തമ്മിൽ ഇടയ്ക്കൊരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. രണ്ട് ഭാഗത്തും പ്രവർത്തകരെ പോലീസ് വളഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. മറ്റ് അക്രമങ്ങളിലേക്കൊന്നും നിലവിൽ കാര്യങ്ങൾ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തലസ്ഥാനത്ത് അല്പസമയത്തിനകം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിക്കും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ, മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റായതിനു ശേഷം നടക്കുന്ന ആദ്യ മാർച്ച് കൂടിയാണ് ഇന്നിപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ആദ്യത്തിൽ സൂചിപ്പിച്ചിരുന്നു, കൊച്ചിയിൽ നിന്നുൾപ്പെടെ എല്ലായിടത്തുമുള്ള പ്രവർത്തകരൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെയും പ്രവർത്തകരാണിപ്പോൾ 564 പോലീസ് സ്റ്റേഷനുകളിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് DGP ഓഫീസിലേക്കുള്ള മാർച്ച്. നമ്മൾ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, പ്രേക്ഷകർ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാതെ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ച് തുടരുകയാണ്. കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, INTUC പ്രവർത്തകരുണ്ട്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അങ്ങനെ പോഷക സംഘടനകളുടെയൊക്കെ പ്രതിനിധികൾ, പ്രവർത്തകരൊക്കെ ആ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ്. ഒരു സംഘടിത ശക്തിയായി ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഇത്ര വലിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിട്ടില്ല. സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലൊരു പ്രതിഷേധം എടുത്തിട്ടില്ല. ആ തരത്തിലേക്ക് കൂടി പോകുകയാണ്. ആദിത്യൻ ഓമനക്കുട്ടനുണ്ട്. ആദിത്യൻ, ഈ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. കോൺഗ്രസ് ഈ നവകേരള സദസ്സിലുടനീളം പ്രതിഷേധം കാഴ്ചവെച്ചെങ്കിൽ പോലും ഒരു വലിയ സംഘടിത ശക്തിയാകാൻ സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് വിമർശനം ഉയർന്നിരുന്നു. അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ തൃണവൽക്കരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിലും സംസ്ഥാനത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആദിത്യൻ, കേൾക്കാമോ? അധ്യക്ഷൻ മുഹമ്മദ് സിയാസ് പ്രവർത്തകരോട് സംസാരിക്കുകയാണ്. ബാരിക്കേഡിന് മുന്നിൽ തന്നെ നിലകൊണ്ടാണ് പ്രവർത്തകരോട് സംസാരിക്കുന്നത്. പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് PCC അധ്യക്ഷൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. 3 തവണ ജലപീരങ്കി ഉപയോഗിച്ചിട്ടും പിന്മാറാതെ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ തന്നെ നിൽക്കുകയാണ്, ഇവിടെ തന്നെ തങ്ങുകയാണ്. അതേസമയം ഈ ബാരിക്കേഡിന്റെ മറുവശത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ തന്നെ മറ്റൊരു സംഘവും, ഈ പ്രതിഷേധത്തിനെ അനുഗമിച്ചെത്തിയ മറ്റൊരു സംഘവും നിലകൊള്ളുന്നുണ്ട്. അവരെ വളഞ്ഞുകൊണ്ടും പോലീസിന്റെ ഒരു സംഘം അവിടെ നിൽക്കുന്നുണ്ട്. അവർ തമ്മിൽ കുറച്ചു നേരം മുമ്പ് മുഖാമുഖം വന്നെങ്കിലും വലിയ സംഘർഷത്തിന് സാധ്യത ഉണ്ടായിരുന്നെങ്കിലും അത് ഒഴിവായി. തയ്യാറാകുന്നില്ല പ്രവർത്തകർ കൊച്ചിയിൽ. ആദ്യം തുടർന്നോളൂ. അരമണിക്കൂറോളമായി ഇപ്പോൾ സംഘർഷാവസ്ഥ തുടരുകയാണ് കൊച്ചിയിൽ. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ DCC ഓഫീസിൽ നിന്ന് മാർച്ച് സംഘടിപ്പിച്ചത്. KPCC സംസ്ഥാന ഉപാധ്യക്ഷൻ EP സജിത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ, മറ്റ് പോഷക സംഘടനകളുടെ പ്രവർത്തകർ, ഇപ്പോൾ പ്രവർത്തകർ തിരിച്ച് മാർച്ചിൽ നിന്ന് പിൻവാങ്ങി പ്രവർത്തകർ മടങ്ങുകയാണ്. തിരിച്ച് DCC ഓഫീസിന് മുഖമായി കോൺഗ്രസ് പ്രവർത്തകർ മടങ്ങുകയാണ്. പിണറായിക്കും പോലീസിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ മടങ്ങുകയാണ്. DCC അധ്യക്ഷൻ മുഹമ്മദ് സിയാസ്, AP ജനറൽ സെക്രട്ടറി VP മേരി വർഗീസ്, മറ്റ് പോഷക സംഘടനകൾ, മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്നിങ്ങനെ കോൺഗ്രസ് സംഘം ഇപ്പോൾ മടങ്ങുകയാണ്. DCC ഓഫീസിലേക്ക് മടങ്ങുകയാണ്. അരമണിക്കൂറോളം കനത്ത പ്രതിഷേധം ഉയർത്തിയ ശേഷം ബാരിക്കേഡ് മറച്ചിടാൻ നിരവധി തവണ സൂചിക്കുകയും പോലീസുമായി ഉന്തുതള്ളുമുണ്ടാവുകയും 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിന്മാറാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതിനു ശേഷം DCC അധ്യക്ഷൻ മുഹമ്മദ് സിയാസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പിൻവാങ്ങുകയാണ്. ഈ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിനടുത്ത് നിന്ന് അവർ പിൻവാങ്ങുകയാണ്. ശരി, അരമണിക്കൂർ നേരം വലിയ രീതിയിൽ തന്നെ പോലീസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കൊച്ചി
DCCയുടെ നേതൃത്വത്തിൽ കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയത്. ആ മാർച്ച് നിരവധി തവണ 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അപ്പോഴും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമൊക്കെ നടത്തി. പിന്നീട് ഇപ്പോഴിതാ പ്രവർത്തകർ പിന്തിരിയുകയാണ്. അരമണിക്കൂറിന് ശേഷം പ്രതിഷേധത്തിന്റെ തീഗോളം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വലിയ പ്രതിഷേധം തന്നെ തീർത്തുകൊണ്ടവർ ഇപ്പോൾ പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് കാണുന്നത്.